ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ വീഡിയോസ് എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം എപ്പോഴും എനിക്ക് ആകെ ഉണ്ടാകുന്ന കണ്ടന്റ് ആണ് ഒന്നെങ്കിൽ കൊയിലാണ്ട് പോവുക അല്ലെങ്കിൽ കോഴിക്കോട് പോവുക. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഐ തിങ്ക് ഇന്നൊന്ന് വയനാട്ട് പോവാന്ന്. സോ നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് പോവാണ് വയനാട്ടിലേക്ക്. എല്ലാവരും ട്രിപ്പ് പോവുക ഒരു മാസം മുന്നേ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്ത് പിറ്റേന്ന് പോയി. ബിക്കോസ് എല്ലാവരും ഒറ്റ മൈൻഡിന്റെ ആൾക്കാർ. ബട്ട് 6:30 തുടങ്ങുന്ന ട്രിപ്പ് നമ്മൾ 7 മണി വരെയാണ് തുടങ്ങിയത്. പിന്നെ ബസ്സിലെന്നാ നടന്ന് നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഫുൾ പാട്ടും കൂത്തും ഡാൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും ഡാൻസിൻ്റെ എല്ലാം ഇടയിൽ ഞാനാണെങ്കിൽ വിൻഡോ സീറ്റിൽ അങ്ങനെ ഇരുന്നതാണ്. ബിക്കോസ് ഐ എം എ ഇൻവേർട്ടർ ഗൈസ്. അങ്ങനെ നമ്മൾ എയർപിൻ നമ്പർ 4 എത്തിയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. ആൻഡ് ആടുന്നുള്ള വ്യൂവും എല്ലാം അടിപൊളിയായിരുന്നു. സോ നമുക്ക് ഒരു ഷോപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു സീസോ അല്ല സ്ലൈഡെല്ലാം ഉണ്ടായിരുന്നു കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുട്ട്, ചിക്കൻ കറി, ചപ്പാത്തി ആയിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. വരുമ്പോൾ നമ്മൾ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നേരം വാങ്ങിയതാണ്. അങ്ങനെ ഗൈസ് എല്ലാവർക്കും ഫുഡ് കിട്ടി. സോ നല്ല അടിപൊളി ചിക്കൻ കറി, അടിപൊളി പുട്ട്, അടിപൊളി ചപ്പാത്തി. സോ എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ചീത്ത വെക്കും. സോ അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയി കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. പ്ലേറ്റ് എടുത്ത് അങ്ങോട്ടോടാ ഇങ്ങോട്ടോടാ. സംഭവം എന്താ വെച്ചാൽ പൂച്ച കടിച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരില്ലേ, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പൂച്ചനെ ഇഷ്ടമല്ല, ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഗൈസ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ കാപ്പി കുടിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചത്. കാപ്പി ആ പൂച്ചേൻ്റെ വഴി ഓടുന്ന തിരക്കില് ഞാൻ ആ ബെഞ്ചമിൽ വെച്ച് മറന്നുപോയി. സോ പിന്നെ നമ്മൾ കാപ്പിയെല്ലാം കുടിച്ച്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം വരെ എസ്തറ്റിക് ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് വയനാട്ടില് പൂപ്പൊലി ഫെസ്റ്റിവൽ നടക്കല്ലേ, അപ്പൊ കുറെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. പൂക്കോട് ലേക്ക് അല്ല, പൂക്കോട് തടാകം. ആ രണ്ടൊന്നല്ലേ, എന്തായാലും ഇപ്പം എന്താ എത്തിയാൽ പോരെ. മുഖത്തായി ഒരു ഉറക്കക്ഷണം കാണിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണട എടുത്ത് കണ്ണുമ്പിൽ വെച്ചു. ഈ ഒരു കുരങ്ങ നമ്മളിലുള്ള ഏറ്റവും ചെറിയ മോൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടായതാണ് ഈ ഒരു മാ ജ്യൂസ്. എന്നിട്ട് കുടിക്കുന്ന നോക്കി നമ്മളിന്ന് കുടിക്കാൻ വിചാരിച്ച് വാങ്ങിയതേനു. പക്ഷെ അത് ആ കുരങ്ങ എടുത്തോണ്ടോയി. എന്നിട്ട് കുടിക്കുന്ന നോക്കി. ബോട്ടിൽ നമ്മൾ പൊട്ടിക്കാട്ടോണ്ട് തന്നെ അതെങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് കടിച്ച് മുറിച്ച് എന്നിട്ട് കുടിക്കുന്ന നോക്കി. അത് ജ്യൂസ് കാണുമ്പോൾ എനിക്ക് സങ്കടമാന്ന്. പോയത് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഫ്രൂട്ടി അങ്ങനെ കുരങ്ങൻ കുടിച്ച്. ഗൈസ് ഇതാണ് പൂക്കോട് ലേക്ക്. നമ്മൾ പൂക്കോട് ലേക്കിൽ വന്നാൽ ബോട്ടിങ് ചെയ്യണമെന്നാണ്. അല്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യേണ്ടാത്തവർക്ക് ചെയ്യണ്ട. കഴിഞ്ഞ വട്ടം വന്നുകൊണ്ട് ബോട്ടിങ് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ നമ്മൾ ഇത്രയും പൈസ വേസ്റ്റ് ചെയ്യുന്നേ, നമുക്കിത് നടന്ന് ചുറ്റിക്കാണാലോ. അങ്ങനെ നടന്നു പോകുന്നേരം ഈ ഒരു സ്ഥലത്തെത്തിയരോ ഈ ഒരു ആമ്പലുണ്ട്. ആമ്പൽ ഓർ താമര എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എനിക്കതെന്താ ഇതുവരെ മനസ്സിലാക്കില്ല. ആമ്പലോ താമരയോ, പക്ഷെങ്കിൽ ഇതൊരു വയലറ്റ് പേർപ്പിൾ ആ ഒരു കളറിലാണുള്ളത്. അപ്പം ഞാൻ ചോദിച്ച് ഏട്ടനോട് എനിക്കിത് പറിച്ചു തരുമെന്ന്. സോ മൂപ്പർ അതെനിക്ക് പറിച്ചെന്ന്. സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് വേണമെന്ന് വിചാരിച്ച് കിട്ടി. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷെങ്കിൽ ആരും ഇങ്ങനെ പോകുന്നവരൊന്നും പറിക്കാൻ നിൽക്കണ്ട, ഫൈൻ എന്നൊക്കെ പറയുന്നത് കേട്ടിക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല. ഫൈനലി ഗൈസ് ഐ ഗോട്ട് ദിസ്. അടിപൊളിയല്ലേ ഇത്? തന്നെ ചെവിട്ടിൽ വെച്ചാലും. അങ്ങനെ ഗൈസ് അത് ഫുള്ള് ചുറ്റിക്കണ്ട് വന്നേരം നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ ഐസ്ക്രീം വാങ്ങിയരാന്ന് ഗൈസ്. ഇങ്ങനെ ഒരു സംഭവം നടന്നേ. സോ ഇന്ത്യ അനിയത്തിൻ്റെ കയ്യിൽ നിന്ന് കുരങ്ങൻ ആദ്യമേ ഐസ്ക്രീം തട്ടിപ്പറിച്ചിട്ടുണ്ട്. നേരത്തെ മാജൂസ് ആണെങ്കിൽ ഇപ്പൊ ഐസ്ക്രീം ആണ്. പിന്നെ ഞാൻ കുരങ്ങനെ നോക്കി പേടിച്ചാണ് ഐസ്ക്രീം കുടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഐസ്ക്രീം കണ്ടേരെ കുരങ്ങൻ വരുന്നുള്ള എല്ലാം അങ്ങ് മറന്നുപോയി. അതാണ് ഉണ്ടായത്. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഭയങ്കര വലിയ നാശനഷ്ടം ഉണ്ടായത്. ഒരു മാജൂസ്, ഒരു കോൺ ഐസ്ക്രീം കൊണ്ടുപോയി ഗൈസ്. കുരങ്ങനെ പറ്റി എന്താ അഭിപ്രായം? നമ്മളെ സാധനം കൊണ്ടുപോയി പറയാനില്ല. അങ്ങനെ നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തീർത്ത് നേരെ മുട്ടായി വാങ്ങാൻ പോയി. സങ്കടം തീർക്കണ്ടേ,
അല്ല ഓളെ വിഷമം തീർക്കേണ്ട ഐസ്ക്രീം പോയേ. സോ ഐസ്ക്രീം നേരം നമ്മൾ ഈ ഒരു മാഷ്മെല്ലോ വാങ്ങി കൊടുത്ത്. പിന്നെ ആണെന്ന് ഗൈസ് ജോമുന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു. സോ ഞാനത് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടോക്കാം. സോ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ടാഗ് ചെയ്തോക്കാം. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു തേയിലത്തോട്ടം കണ്ട്. സോ വയനാട്ടിൽ വന്നിട്ട് തേയിലത്തോട്ടത്തിൽ നിർത്തി ഫോട്ടോ എടുക്കാണ്ട് പോകുന്ന മോശമല്ലേ. ഞാനിവിടെ ഒരു സാധനമുണ്ട്. സോ അത് പറിച്ചരാം. പ്രേമ സിനിമയിലും മറ്റേ മലരും മറ്റേ നീമ്പോളിയും കൂടെ ഇങ്ങനെ ഊതുന്ന സാധനം സോ ആയിക്കോട്ടെ. അങ്ങനെ ആടുന്ന എല്ലാവർക്കും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു കൊടുത്ത് എനിക്ക് മാത്രമൊന്നും കിട്ടിയില്ല. അതിന്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വരേണ്ട ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. നമ്മൾ ഇന്ന് വയനാട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ വയനാട്ടിൽ പൂപ്പലി നടക്കുന്നുണ്ട്. പൂപ്പലി 2026. സോ അത് കാണാനാണ് നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട് വരെ വന്നത്. എന്നിട്ട് അത് കാണാണ്ട് വന്ന മോശമല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലേനു. ബിക്കോസ് ഫുള്ളിങ്ങനെ പൂവ് അടുക്കി വെച്ചതല്ലേ. വേറെന്ത് കുറേ പൂ കാണാം, ഫോട്ടോ എടുക്കാം. പക്ഷെങ്കിൽ എനിക്കൊരു ഫോട്ടോ കിട്ടിയില്ല. അതാണ് ദ ബെസ്റ്റ് പാർട്ട്. അടിപൊളി മഴ പ്ലസ് മഴയോടൊപ്പം മഴ ഉണ്ട് ഗൈസ്. പിന്നെ ആടെ നല്ല അടിപൊളി ഫ്രഷ് കോളിഫ്ലവർ, കുക്കുംബർ, 2 ടൈപ്പ് മല്ലിച്ചപ്പ്, അങ്ങനെ കുറേ സാധനം ആടെ സെയിലിനുണ്ടായിരുന്നു. സോ നമ്മളാടുന്ന് പറ്റുന്നെല്ലാം വാങ്ങി. പിന്നെ ആടെ ഫുഡ് കോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ നല്ല അടിപൊളി സാലഡൊക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം വാങ്ങി തിന്ന്. പിന്നെ നമ്മൾ ഗൈസ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 2.0 മീറ്റ് ചെയ്ത്. സോ നല്ല രസമുണ്ടായിരുന്നു. അതിനോട് മുന്നിലേക്ക് വരാൻ പറഞ്ഞാൽ മുന്നിലേക്ക് പോകും. അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഫണ്ണായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിണ്ടായിരുന്നു. കുറെ ആൾക്കാർ മന്തി വാങ്ങി. പിന്നെ നമ്മൾ വാങ്ങിയ എന്താ വെച്ചാല് ഫ്രൈഡ് റൈസ്, അൽഫാം. സോ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ? അടിപൊളിയല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു പാർക്കിൽ പോയി. സത്യം പറഞ്ഞ പാർക്കിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മൾ എന്തായാലും അവിടെ പോയി. സോ അവിടെ നിന്ന് ഇതുപോലെ ഒരു കാർഡൊക്കെ എടുക്കണം. ഇതിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറാം. നമ്മൾ സിപ്പ് ലൈന് കയറാൻ പോവാണ്. ഇവര് മറ്റേ സ്വിങ്ങിൽ കയറി, ഞാൻ കയറിയില്ല. ഞാൻ സെക്കൻഡ് ടൈമാണ് സിപ്പ് ലൈനിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വികാരം ഇല്ലേ. എനിക്ക് ചിരിക്കണോ എന്താക്കണം എന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല. സോ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരികയാണ്. പിന്നെ നമ്മളെല്ലാം ഈ ഒരു റൈഡിനെ വില കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ഒന്നും കയറിയ വീഡിയോ ഒന്നും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ചിരിച്ചിച്ച് പോകാനുള്ള അത്രയും ഇതുണ്ട്. സോ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം കൂടെ ആയിരുന്നു ആ ഒരു റൈഡിൽ എപ്പോഴെങ്കിലും കയറണമെന്നുള്ള. സോ അത് നടന്നു. പിന്നെ നമ്മളെല്ലാവരും ഈ ഒരു 16D എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൽ കയറി. എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക ഒക്കെ ആയിരുന്നു. എണീച്ചൊക്കെ ഓടാനെല്ലാം നോക്കിയ ടീമുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഒരു ഫീലിംഗും ഇല്ല. എനിക്ക് വികാരേ ഇല്ലായിരുന്നു ഇതൊന്നും കണ്ടിട്ട്. ഞാൻ വെറുതെ വീഡിയോ എടുത്ത് അങ്ങനെ കുത്തിരുന്നു. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകുന്ന ഒരു ഷോപ്പിൽ നിർത്തി. ഈ ഒരു ഷോപ്പിൽ നിന്ന് അത്യാവശ്യം എന്തെല്ലോ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇവൻ ഒരു മാഷ്മെല്ലോ കൊണ്ടു തന്നു. ഞാനത് കഴിച്ച് അതേപടി ഞാൻ തുപ്പുകയും ചെയ്ത്. പിന്നെ ഈ ഒരു അച്ചാറാണ് സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. സോ അതും കുറച്ചാത്താക്കി. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തി. സോ അവിടെ ഞാൻ വാങ്ങിയത് ചിക്കൻ നൂഡിൽസ് ആണ്. സോ 2 ക്ലിപ്പ് എടുക്കുമ്പോഴത്തേക്കും ഫുഡ് വരുന്നതിന്റെ മുന്നേ തന്നെ നിന്റെ ഫോൺ ഓഫായി പോയോണ്ട് എന്തെല്ലാം വാങ്ങിയോണ്ടൊന്നും കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.